നല്ല സിനിമയാണ്, ഗംഭീര സിനിമയാണ്. റഷീദ് ഔട്ടാനൗട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ്. ഞാൻ സിനിമ കാണുന്നതിന് മുമ്പ് ഒരു സിനിമയെ പറ്റി അധികം ഒന്നും സെർച്ച് ചെയ്യാറില്ല. ബ്ലാങ്കായിട്ട് പോയി സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ കണ്ടതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ എല്ലാ ഇമോഷൻസും സെക്കൻഡ് ബൈ ഇതിൻ്റെ വേരിയേഷൻസ് വന്ന് അങ്ങനെ ഒരു സ്ക്രീനിൽ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് നിറഞ്ഞു നിന്ന് സ്കോർ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുമെന്ന് പറയുകയാണ്. സിനിമ അസലായിരുന്നു. നമ്മളെല്ലാവരും ഭയങ്കര ഇമോഷണലായിട്ടുള്ള മനുഷ്യന്മാരാണല്ലോ, അതുകൊണ്ട് തന്നെ ഇമോഷൻസ് വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ബേബിയമ്മ പോലുള്ള റിയൽ സ്റ്റോറിയാണെന്ന് നമ്മളിപ്പോഴാണ് അറിയണത്. അപ്പോൾ ബേബിയമ്മ പോലുള്ള റിയൽ അമ്മമാർക്ക്, ജെനുവിനായിട്ടുള്ള ജനറലൈസ് ചെയ്ത എല്ലാ അമ്മമാരെയും എന്ന് പറയുന്നില്ല, ബേബിയമ്മ പോലുള്ള സെൽഫ്ലെസ് ആയിട്ടുള്ള നല്ല അമ്മമാർക്കുള്ള ഒരു ഡെഡിക്കേഷൻ കൂടിയാണ് സിനിമ. ആൻഡ് ഉർവശി ചേച്ചി ആ ക്യാരക്ടറിനോട് കംപ്ലീറ്റ് നീതി പുലർത്തിയിട്ടുണ്ട്. ഒരുപാട് അത്ഭുതപ്പെടുന്നു അവരെ കാണുമ്പോൾ. ഈ സിനിമ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കരഞ്ഞോ പടം കണ്ട്? തീർച്ചയായിട്ടും കരഞ്ഞു. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. നല്ലപോലെ ഇരുന്ന് കരഞ്ഞു, സമ്മതിക്കാൻ മടിയില്ല. താങ്ക് യു. നല്ലൊരു മെസ്സേജുള്ള നല്ലൊരു ഹൃദ്യമായ ഒരു പടം. കാരണം നമുക്ക് ഇപ്പോഴത്തെ കാലത്തിന് വളരെ ആവശ്യമായിട്ടൊരു പടമാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അമ്മമാരെയൊക്കെ അമ്പലത്തിൽ ഉപേക്ഷിക്കണം, സ്ഥലങ്ങൾ ഉപേക്ഷിക്കണം. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നല്ലൊരു മെസ്സേജ് ഒരു പടം. ഉർവശി ചേച്ചി ആസ് യൂഷ്വൽ വളരെ ഗംഭീരമായിട്ടുണ്ട്. നമ്മളെപ്പോഴും കണ്ട് രസിക്കുന്ന ഉർവശി ചേച്ചി വളരെ എല്ലാവരും അതെ നല്ല മനോഹരമായിട്ടുണ്ട്. നൈസ് എക്സ്പീരിയൻസ്. സങ്കടം വരുമല്ലോ നമുക്ക് എത്രയും. അപ്പം എല്ലാവരും അച്ഛനമ്മയ്ക്കുണ്ടായിരുന്നു. ഫാമിലി കാണാൻ പറ്റിയ പിന്നെ ഫാമിലി കാണണം, എല്ലാവരും കാണും, ഫാമിലി മൊത്തം കാണും. നല്ലൊരു മെസ്സേജ് ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ.